ജാസ്മിൻ ഗബ്രി ബന്ധത്തെ ബിഗ് ബോസിനകത്തുള്ളവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നാണ് അവർ രണ്ടുപേരുടെയും വാദം. വാഴ എന്നും മരവാഴ എന്നും വിളിച്ച് അവരുടെ ബന്ധത്തെ വില കുറച്ച് കാണുന്നതിൽ പരാതിയില്ല. പക്ഷേ അത് ലവ് ട്രാക്ക് ആണെന്ന് പറയുന്നതാണ് ജാസ്മിന് പ്രശ്നം. ഒരാഴ്ച കൊണ്ട് ഇത്രയും അടുത്ത സൗഹൃദം ഉണ്ടാകുമോ എന്നാണ് റോക്കി ജാസ്മിനോട് ചോദിച്ചത്. അതിന് ജാസ്മിൻ്റെ മറുപടി ആകാൻ പറ്റും. ഇവിടെ നമ്മൾ 19 പേർ മാത്രമാണ്. ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കിട്ടില്ല. എളുപ്പം പ്രണയിക്കാനും സുഹൃത്തുക്കളാക്കാനും പറ്റും. ശത്രുക്കളാക്കാനാണ് ഏറ്റവും എളുപ്പം. പക്ഷേ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനെ കിട്ടില്ല. എനിക്ക് ആ വിശ്വാസം ഗബ്രിയിലുണ്ട്, ഗബ്രിക്ക് എന്നോടും. അതാണ് ഞങ്ങളുടെ സൗഹൃദം. അതൊക്കെ ശരി. എന്നാൽ ഇപ്പോൾ മനസ്സിലാകാത്തത് ഈ ലൈവിൽ കാണിക്കുന്നതെല്ലാം അപ്പോൾ മറ്റാരോ ചെയ്തു വെച്ച സംഭവമാണോ? ഇരുവരും ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഈ കേരളത്തിലെ ബിഗ് ബോസ് കാണുന്നവരുടെ എല്ലാം മനസ്സിലിരിപ്പിൻ്റെ പ്രശ്നമാണോ? ജാസ്മിൻ ഗബ്രി ബന്ധം ആത്മാർത്ഥമായ പ്രണയത്തിൻ്റെ തുടക്കമല്ല എന്ന് 5 സീസൺ പൂർത്തിയാക്കി 6ാം സീസൺ വരെ വന്നു നിൽക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും. അത് പരിപൂർണമായും ക്യാമറ അറ്റൻഷന് വേണ്ടിയുള്ള കുറച്ചധികം ദിവസം നിൽക്കാനുള്ള കുറുക്ക് വഴി മാത്രമാണ്. പക്ഷേ ഗബ്രിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് 6 സീസണുകളായി അവർ മാത്രമല്ല ബിഗ് ബോസ് ഷോ കണ്ട് പഠിച്ചത്. കാണുന്ന പ്രേക്ഷകർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് എന്നതാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.